ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പോലെ ഒരു മന്തിക്കടയിൽ പോയിട്ട് വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാലോ? ബാംഗ്ലൂർ ബന്നേർഘട്ട റോഡിൽ എക്സാക്റ്റായി പറയുകയാണെങ്കിൽ ഗൊട്ടിഗരയിലുള്ള സൂഫി മന്തിയും അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഡെക്കാത്തലോണുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ പ്രധാന ലൊക്കേഷനുകൾ. അപ്പോൾ അധികം വലിച്ചു നീട്ടലുകളില്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഇതൊരു പ്യുവർ വോയിസ് ഓവർ വ്ളോഗായിരിക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ശ്രീജിത്ത് ബ്രോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള കേക്ക് കട്ടിങ്ങും പിന്നെ വീഡിയോയിൽ കാണിക്കാതിരുന്ന ബർത്ത്ഡേ ബംസും ഒക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ട്രീറ്റിനായിട്ട് വന്നേക്കുവാണ് സൂഫി മന്തിയിൽ. സൂഫി മന്തിയെക്കുറിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇതൊരു കേരള ബേസ്ഡ് അറേബ്യൻ ക്യുസീൻ റെസ്റ്റോറൻ്റ് ആണ്. ഇന്ന് ഞങ്ങളുടെ ടീമിൽ ഞാനും എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ശ്രീനിവാസ് ബ്രോയും മാത്രമാണ് വെജിറ്റേറിയൻസ്. പുള്ളി ജനിച്ച കാലം തൊട്ടേ വെജിറ്റേറിയൻ ആണ്. ഞാൻ ശബരിമലയിൽ പോകുന്നതുകൊണ്ട് ഈ 41 ദിവസം മാത്രം വെജിറ്റേറിയൻ. അല്ലെങ്കിൽ എന്താ അവസ്ഥ എന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ? അപ്പോൾ ഈ സൂഫി മന്തിക്ക് ഇവിടെ ബാംഗ്ലൂരിന് പുറമെ കൊച്ചിയിലും കോഴിക്കോടും തൃശ്ശൂരും ഔട്ട്ലെറ്റ്സ് ഉണ്ട്. പിന്നെ ഇന്ത്യക്ക് പുറത്ത് ഖത്തറിലും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ പയ്യന്മാരെല്ലാം ഓരോ വെറൈറ്റി മന്തികൾ ഓർഡർ ചെയ്തിരിക്കുവാണ്. നോൺ വെജുകൾ കൊണ്ട് സമ്പന്നമായ ഈ മെനുവിൽ നിന്നും ഒരു വെജ് ഡിഷ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക്. ശ്രീനിവാസ് അതിൻ്റെ പുറകിലാണ്. ഇവിടെ വന്നു കയറിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഈ കോഴികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ദ ഒതൻറ്റിക് ഫ്ലേവേഴ്സ് ഓഫ് യമൻ. സൂഫി മന്തിയുടെ ചരിത്രത്തെക്കുറിച്ച് ഇവിടുത്തെ മെനുവിലുണ്ട്. 2020 ആലുവയിലാണ് ആദ്യത്തെ ഔട്ട്ലെറ്റ് ആരംഭിച്ചത്. അതിനുശേഷം തൃശ്ശൂർ, കോഴിക്കോട്, ഖത്തർ, പിന്നെ ബാംഗ്ലൂരിലും. അവരുടെ അവസാനത്തെ വരി എനിക്ക് ഇഷ്ടപ്പെട്ടു. എവറി ഡിഷ് അറ്റ് സൂഫി മന്തി ഈസ് പ്രിപ്പയർഡ് വിത്ത് ലവ് ആൻഡ് കെയർ യൂസിങ് ദ ഫൈനസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആൻഡ് സേവർ ദ ഒതൻറ്റിക് ഫ്ലേവേഴ്സ് ഓഫ് യമൻ ഇൻ എവരി ബൈ. ഇന്നെന്തായാലും എനിക്ക് മന്തി കഴിക്കാൻ പറ്റില്ല. അപ്പം മന്തി എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം നമുക്ക് ഇവന്മാരോട് ചോദിച്ചറിയാം. ഒരു അരമണിക്കൂർ പെർമിഷൻ എടുത്തിട്ട് ആതിരയും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രേവന്തിൻ്റെ കൊളീഗ് സായിബ്രോയും. പൊതുവെ ഈ ബാർബിക്യൂ നേഷനിലൊക്കെ ബർത്ത്ഡേ ബോയ്ക്ക് ചില സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് നമ്മുടെ ശ്രീജിത്തിന്. വൈശാഖ് വന്ന സമയം തൊട്ടേ ഫോണിൽ എന്തോ കാര്യമായി നോക്കിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കൊള്ളാം. പിന്നെ ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം തിരക്ക് തീരെ കുറവാണ്. ശനി ഞായറൊന്നും ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ലെവൽ തിരക്കാണെന്നാണ് രേവന്തനോട് പറഞ്ഞത്. അവനിവിടെ 3-ാം തവണയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ടേബിളിലേക്ക് ആദ്യമായി എത്തിയത് കുറച്ച് സാലഡ്സ് ആണ്. പൊതുവേ ഇത് മന്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൽ ക്യാരറ്റും പിന്നെ വെള്ളരിക്കയും പിന്നെ വിനീഗറേ ഉള്ളൂ. അപ്പോൾ എനിക്കും കഴിക്കാം. പിന്നെ മന്തിയുടെ ഒപ്പം കഴിക്കുന്ന ഒരു അറേബ്യൻ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, സലാത്ത, അതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാം, നല്ല കൺസിസ്റ്റൻറ്റ് ഫ്ലേവർ ഉണ്ട്, ഒരു ലൈറ്റ് പുളിപ്പുണ്ട്, എന്തായാലും കൊള്ളാം. പിന്നെ മയണീസിനകത്ത് മുട്ട ചേർക്കുന്നത് കൊണ്ട് അതെന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അങ്ങനെ മന്തി വരുവായി. നമുക്കിനി കുറച്ച് മ്യൂസിക് ആയാലോ? ബൈ ദ വേ, മന്തിയുടെ തിരക്കിനിടയിൽ ഞങ്ങൾ വെജിറ്റേറിയൻസ് ഓർഡർ ചെയ്ത ഡിഷസ് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഒരു ഗോബി മഞ്ചൂരിയൻ ഗ്രേവി, വെജ് ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, പിന്നെ വെജ് ഷെസ്വാൻ നൂഡിൽസ്. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സൂഫി മന്തിയാണ്. ഇതൊരു നോൺ വെജ് കോൺസെൻട്രിക് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. എന്തായാലും നമുക്ക് പറ്റിയ സാധനങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അത് വേണ്ട. ഇവിടുത്തെ വെജ് ഡിഷസും ഒന്നിനൊന്ന് മെച്ചമാണ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഈ ഗോബി മഞ്ചൂരിയൻ. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഷെസ്വാൻ നൂഡിൽസും ഷെസ്വാൻ ഫ്രൈഡ് റൈസും രണ്ടും ഒന്നിനൊന്ന് മെച്ചം. എന്നാലും കൂട്ടത്തിലെ കൊമ്പൻ ഈ ഗോബി മഞ്ചൂരിയൻ തന്നെയാണ് കേട്ടോ. ഞാൻ എന്താ അത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പല നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിലും പോകുമ്പോൾ വെജിറ്റേറിയൻ ഡിഷസ് ഒരു ആവറേജ് അനുഭവം മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പല ഫ്രണ്ട്സിനും അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആവാറുണ്ട്. നമ്മളൊരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ അത് എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലായിരിക്കണമല്ലോ.
അങ്ങനെ ഫുഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒരു ജ്യൂസ് കുടിച്ചു. അപ്പം ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് വാട്ടർമെലൺ ജ്യൂസാണ്. അതങ്ങനെ മടമടാന്ന് കുടിച്ച് തീർത്തു. അപ്പോൾ നല്ലൊരു അടിപൊളി ട്രീറ്റ് തന്നെയാണ് നമ്മുടെ ശ്രീജിത്ത് ബ്രോ നമുക്ക് തന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബന്നേർഘട്ട റോഡിൽ ഗൊട്ടിഗരയിലുള്ള മെഡാക്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ്. ദേ പോകുന്നു ബന്നേർഘട്ട സൂയിലേക്കുള്ള ബസ്. ബൈ ദ വേ, മന്തി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ പിള്ളേരോട് ചോദിച്ചപ്പോൾ രേവന്ത് പറഞ്ഞത് കഴിഞ്ഞ 2 തവണ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫീല് കിട്ടിയില്ല എന്നാണ്. മറ്റുള്ളവരെല്ലാവരും വളരെ നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും എൻ്റെ ഈ വ്രതമൊക്കെ കഴിഞ്ഞ് ശബരിമലയിൽ പോയി വന്നതിന് ശേഷം ഇവരുടെ തൃശ്ശൂരിലോ അല്ലെങ്കിൽ കോഴിക്കോടോ ഉള്ള ഔട്ട്ലെറ്റിൽ പോയിട്ട് ഒരു മന്തി ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം, ഒരു BGM ആയിക്കോട്ടെ. അജിത്തിൻ്റെ BGM ഒക്കെ ഇട്ട് വരാൻ ഇവൻ ആരടാ എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ ഞാനൊരു ആഗ്രഹത്തിൻ്റെ പുറത്തിട്ടതാന്നേ ഉള്ളൂ കേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കണേ. സൂഫി മന്തിയുടെ നേരെ ഓപ്പോസിറ്റിലുള്ള ഡെക്കാത്തലോണിലേക്കാണ് വന്നേക്കുന്നത്. ഡെക്കാത്തലോണിനെ കുറിച്ച് ഒരു ആമുഖമൊന്നും ആവശ്യമില്ല എന്നറിയാം, എന്നാലും പറയാം. 1978 ആരംഭിച്ച് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് ഗുഡ്സ് റീറ്റെയിലർ കമ്പനിയാണ്. 78 രാജ്യങ്ങളിലായിട്ട് ഏതാണ്ട് 2100ഓളം ഔട്ട്ലെറ്റുകൾ ഡെക്കാത്തലോണിനുണ്ട്. ഇവിടെ ഒരു ബാറ്റ് ഉണ്ട്, സ്പോഞ്ച് കൊണ്ടുള്ള ബാറ്റാണ്. ഇത് കാണുമ്പോൾ പണ്ട് നമ്മുടെ മാത്യു ഹെയ്ഡൻ യൂസ് ചെയ്തിരുന്ന മംഗൂസ് ബാറ്റിനെ ഓർമ്മ വരുന്നു. ചെറുപ്പത്തിൽ എൻ്റെ ഫേവറേറ്റ് ബാറ്റ്സ്മാൻ ആയിരുന്നു മാത്യു ഹെയ്ഡൻ. 15-ാം വയസ്സ് വരെ ഞാൻ റൈറ്റ് ഹാൻഡറായിട്ടാണ് ബാറ്റ് ചെയ്തിരുന്നത്. പിന്നെ അത് ലെഫ്റ്റ് ഹാൻഡറായി മാറി. അതിന് പുറകിലൊക്കെ വലിയ കഥകളുണ്ട്, പിന്നെ പറയാട്ടോ. ഇപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രായത്തിലും ഒന്ന് ബാറ്റ് ചെയ്ത് നോക്കാൻ ശ്രമിക്കും ഞാൻ. ഈ മാസത്തെ, അതായത് 2024 നവംബർ മാസത്തെ പ്രൊഡക്റ്റ് ഓഫ് ദ മന്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ മാസവും ഇത് മാറും. നമുക്കിനി സൈക്കിൾസിൻ്റെ സെഷനിലേക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ ഒരു സുഹൃത്ത് കൊച്ചിയിലെ ഡെക്കാത്തലോണിൻ്റെ ഔട്ട്ലെറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഇതിന് പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ഡെക്കാത്തലോണിന് അകം ആദ്യമായാണ് കാണുന്നത്. അത് ബാംഗ്ലൂരിലെ ഔട്ട്ലെറ്റ് തന്നെ ആയി. ഗൂഗിളിലെ കണക്ക് പ്രകാരം ഏതാണ്ട് 15ഓളം ഔട്ട്ലെറ്റുകൾ ബാംഗ്ലൂരിൽ തന്നെ ഡെക്കാത്തലോണിനുണ്ട്. ഓരോ ഏജ് കാറ്റഗറിയിലുള്ള ആളുകളും യൂസ് ചെയ്യേണ്ട സൈക്കിൾസിൻ്റെ സൈസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡെയിലി യൂസേജിന് വേണ്ടിയിട്ടുള്ള സൈക്കിൾസ് ആണെങ്കിലും, അതല്ല കിഡ്സിന് വേണ്ടത്, സ്പോർട്സ് കാറ്റഗറി, ഇനി കുറച്ച് ഓഫ് റോഡിങ്ങിന് പോകാവുന്ന സൈക്കിൾസ്, യൂണിസെക്സ് മോഡൽ സൈക്കിൾസ്, വിത്ത് ഗിയർ ആൻഡ് വിത്തൗട്ട് ഗിയർ, അങ്ങനെ എല്ലാ കാറ്റഗറിയിൽപ്പെട്ടതും ഇവിടെ അവൈലബിൾ ആണ്. എനിക്കെൻ്റെ 9-ാം വയസ്സിലാണ് സൈക്കിൾ ലഭിച്ചത്. അച്ഛനൊരു സർപ്രൈസായിട്ട് തന്നതാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എത്രാമത്തെ വയസ്സിലാണ് സൈക്കിൾ വാങ്ങിയത് അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കിട്ടിയത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനലിൽ ആദ്യമായി വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഒരുപാട് വെറൈറ്റി ബാസ്ക്കറ്റ് ബോൾസ് കാണുന്നുണ്ട്. പിന്നെ ഫുട്ബോൾ, ഇത് ആക്ച്വലി എൻ്റെ ഏരിയ അല്ല, കാരണം ചെറുപ്പം തൊട്ടേ ഞാൻ ഫുട്ബോൾ അധികം ഫോളോ ചെയ്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു 5 കൊല്ലത്തോളമായിട്ട് കാണുന്നുണ്ട്, എന്നാലും ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടൊന്നുമില്ല. നമ്മളെപ്പോഴും ക്രിക്കറ്റിന് പുറകെ ആയിരുന്നു. ഹാർഡ് കോർ ഫുട്ബോൾ ഫാൻസ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം.